ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 2020 പുറത്തിറങ്ങിയ സർവൈവ് ഓർ സാക്രിഫൈസ് എന്ന സർവൈവൽ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ്. സാധാരണ ഒരു യാത്ര, പക്ഷെ അത് ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ പോരാട്ടമായി മാറുന്നു. അവസാനം ചോദ്യം ഒരേയൊന്ന്: ജീവിക്കുമോ അതോ സാക്രിഫൈസ് ചെയ്യുമോ? സിനിമയുടെ തുടക്കത്തിൽ എയർപോർട്ടിൽ വരുന്ന രണ്ട് സഹോദരികളെയാണ് കാണുന്നത്. അതിൽ മൂത്ത സഹോദരിയാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോയിൻ. അനിയത്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ അവൾ വല്ലാത്ത ദേഷ്യക്കാരത്തിയാണ്. അവൾക്ക് ഇത്തിരി പിടിവാശി കൂടുതലാണ്. അങ്ങനെ അവളുടെ ചേച്ചി അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ അവളുടെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ അതിനിടയിൽ അവരുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് ആ ചെയറിൽ വെച്ച് മറന്നുപോകും. എന്നിട്ടിപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹോട്ടലിലെത്തി അവർ റൂം ബുക്ക് ചെയ്യുകയാണ്. അതിനിടയിലാണ് അവൾക്ക് ഓർമ്മ വന്നത് അവളുടെ പാസ്പോർട്ട് അവിടെ വെച്ച് മറന്നുപോയത്. അങ്ങനെ അത് അവളുടെ ചേച്ചിയോട് പറയുകയാണ്, അതായത് ഹീറോയിനോട്. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ആ പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് തിരിച്ചു പോകുക? എല്ലാം നീ കാരണമാണ്, നിൻ്റെ മൊബൈൽ കൊണ്ടുള്ള കളി കാരണമാണ്, എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ട് ആ ഹോട്ടലിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറയുകയാണ്, അത് ഞാൻ ആരോടെങ്കിലും വിളിച്ച് കണ്ടുപിടിച്ചു തരാം, നിങ്ങളിപ്പോൾ റൂമിൽ പോയി ഇരിക്കുകയെന്ന്. അതിനുശേഷം ഹീറോയിൻ ചോദിക്കുകയാണ് റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന്. അപ്പോൾ ആ ഹോട്ടലുണ്ടായിരുന്ന ആ പെൺകുട്ടി മറുപടി പറയുകയാണ്, റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയി, നിങ്ങൾ റൂമിൽ പോയിരുന്നോളൂ, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി ഉണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നതാണെന്ന്. അങ്ങനെ ഹീറോയിനും പിന്നെ അവളുടെ അനിയത്തിയും കൂടി ഇപ്പോൾ റൂമിലിരിക്കുകയാണ്. അതിനിടയിൽ ഹീറോയിൻ്റെ അനിയത്തിയുടെ ഡോക്ടർ ഹീറോയിനെ വിളിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അവൾ വല്ലാതെ ഡിപ്രസ്ഡ് ആണ്, നീയൊന്നും അവളോട് പറയരുത്, മാക്സിമം അവളെ സന്തോഷിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അനിയത്തി ഉറങ്ങിയതിന് ശേഷം ഹീറോയിൻ ഇപ്പോൾ ആ പാർട്ടിക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോയിൻ ആ പാർട്ടിക്ക് എത്തുന്നു. അവിടെ വെച്ച് മീര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. മീരക്ക് മനസ്സിലാവുകയാണ് ഹീറോയിൻ ഒറ്റക്കാ വന്നതെന്ന്. അതിനുശേഷം മീര അവളുടെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുകയാണ്. ഇവർ രണ്ടുപേരും ഹീറോയിൻ്റെ റൂമിൽ കയറി അവളുടെ പണം തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ മീരയും ഹീറോയിനും നല്ല കമ്പനിയാകുന്നു. അപ്പോൾ മീര ഹീറോയിനെ ഡാൻസ് കളിക്കാൻ ക്ഷണിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് രണ്ട് സുഹൃത്തുക്കളെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ആൻഡ്രിയാസും നിക്കും. അങ്ങനെ അവർ 4 പേരും ചേർന്ന് ഇപ്പോൾ ഡാൻസ് കളിക്കുകയാണ്. അതിനിടയിൽ ഹീറോയിന് അവളുടെ അനിയത്തിയെ പറ്റി ഓർമ്മ വരുന്നു. അപ്പോൾ അവൾ മീരയോട് പറയുകയാണ്, എൻ്റെ അനിയത്തി ഒറ്റയ്ക്കാണ്, ഞാൻ അങ്ങോട്ട് പോകുന്ന എന്ന്. എന്നാൽ മീര ഹീറോയിനെ തടയുകയാണ്. കാരണം ഹീറോയിൻ ഇവിടെയുണ്ടെങ്കിലേ മീരയുടെ ബോയ് ഫ്രണ്ടിന് അവളുടെ പണങ്ങളൊക്കെ തട്ടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ ഹീറോയിനെ മീര അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെയിരിക്കെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൻഡ്രിയസ് എന്ന് പറയുന്നവൻ പറയുകയാണ്, എൻ്റെ അടുക്ക ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ട്, നമ്മൾക്ക് അതിലൊരു സവാരി പോകാം, നല്ല രസമായിരിക്കും, എൻജോയ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ അവിടെ അവർ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ ഹീറോയിൻ്റെ മനസ്സ് മാറിയിരിക്കുകയാണ്. ഹീറോയിൻ ഇപ്പോൾ ആ ഹോട്ട് എയറിൽ സവാരി പോകുന്നതിനെ കുറിച്ചൊക്കെ ഓർമ്മിച്ച് അവരുടെ കൂടെ പോവുകയാണ്. അങ്ങനെ മീരയും ആൻഡ്രിയസും നിക്കും ഹീറോയിനും കൂടി ഇപ്പോൾ ആ ഹോട്ട് എയർ ബലൂണുള്ള സ്ഥലത്തേക്ക് കാറും എടുത്ത് പോവുകയാണ്. അങ്ങനെ അവർ അവിടെ എത്തുന്നു. അവിടെ എത്തിയതും ആൻഡ്രിയസ് നിക്കിനോട് ഒരു കാറെടുത്തിട്ട് പറയുകയാണ്, ഈ കാറിൻ്റെ ഒരു ഭാഗം നീ കാറിൽ കെട്ടണം, മറുഭാഗം ബലൂണിലും. അപ്പോൾ നിക്ക് അതൊക്കെ ഞാൻ നോക്കാം എന്നും പറഞ്ഞ് കാറിൽ കെട്ടുകയാണ് ആ കയറെടുത്തിട്ട്. അങ്ങനെ അവൻ കാറിൽ കെട്ടുന്നു. എന്നാൽ അവൻ്റെയോട് ബലൂണിൽ കെട്ടാൻ മറന്നു പോവുകയാണ്. അങ്ങനെ അവർ 4 പേരും ഇപ്പോൾ ബലൂണിൽ കയറുന്നു. എന്നിട്ടിപ്പോൾ അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ അവർ 4 പേരും ബലൂൺ യാത്ര അടിച്ചു പൊളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ 4 പേരും ഈ യാത്ര അടിച്ചു പൊളിച്ച് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോന് മനസ്സിലാകുന്നത് ബലൂണ് പരിമിതിയില്ലാത്ത ഉയരത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും പറയുന്നു. അപ്പോൾ ആൻഡ്രിയാസിന് മനസ്സിലായിരിക്കുകയാണ് ബലൂണിൽ നിക്ക് കയറ് കെട്ടാൻ മറന്നു എന്ന്. അങ്ങനെ അതിനെ ചൊല്ലി നിക്കും ആൻഡ്രിയാസും ഒരു തല്ലുണ്ടാവുകയാണ്. അങ്ങനെ ഹീറോയിനും മീരയും അവരെ തടയുന്നു. എന്നാൽ ബലൂണ് പോയിക്കൊണ്ടിരിക്കുന്ന ദിശയിൽ വിൻഡ് മില്ലുണ്ട്, അതിൽ നിന്നും രക്ഷപ്പെടണം. അവർക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആൻഡ്രിയാസ് പറയുകയാണ്, നമ്മുടെ ബലൂണിൻ്റെ വേഗത കൂട്ടിയാൽ അതിൽ നിന്നും രക്ഷപ്പെടാം, ബലൂണിൻ്റെ വേഗത കൂടിയാൽ തന്നെ അത് ഉയരത്തിൽ പറക്കും, അങ്ങനെ ആ വിൻഡ് മില്ല് കടന്നു പോകും. അങ്ങനെ ആൻഡ്രിയാസ് ബലൂണിൻ്റെ വേഗത കൂട്ടാൻ ശ്രമിക്കുകയാണിപ്പോൾ. അതിനുശേഷം ബലൂണിൻ്റെ വേഗത കൂടുന്നു. ബലൂണിൻ്റെ വേഗത കൂടി അതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചെങ്കിലും ആ ബലൂണിൻ്റെ ഒരു ഭാഗത്ത് വന്ന് ആ വിൻഡ് മില്ല് അടിക്കുകയാണ്. അതിൻ്റെ പവർ കൊണ്ട് തന്നെ നിക്ക് തെറിച്ച് പുറത്തു പോവുകയാണ് ബലൂണിൽ നിന്നും.
വിൻഡ് മില്ല് അവിടെ തട്ടിയത് കൊണ്ട് തന്നെ ആൻഡ്രിയാസിൻ്റെ കാല് മുറിവ് പറ്റുകയാണ്. അങ്ങനെ അവരെടുക്ക ഫസ്റ്റ് എയ്ഡൊന്നും ഇല്ലായിട്ട് ഹീറോയിൻ അവൾ ധരിച്ച വസ്ത്രം എടുത്തിട്ട് ഇപ്പോൾ ആൻഡ്രിയാസിൻ്റെ മുറിവുള്ളടുക്ക കവർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവർ പുറത്തു നോക്കുമ്പോൾ നിക്കിനെ കാണുകയാണ്. നിക്ക് പൂർണ്ണമായി താഴേക്ക് പോയില്ലായിരുന്നു, അവനൊരു കയറ് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ മീര അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, ആ കയറ് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവനെ കാണുന്നില്ല, അവൻ വീണിരുന്നു. അവൾക്ക് അവൻ പിടിച്ച കയറ് മാത്രമേ കിട്ടിയുള്ളൂ. അവൻ താഴേക്ക് പോയി മരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിഷമം വരികയാണ്. പിന്നീട് കാണുന്നത് ഹീറോയിൻ റൂമെടുത്ത ഹോട്ടലാണ്. അവിടേക്ക് മീരയുടെ ബോയ് ഫ്രണ്ട് വരികയാണ്. ആ റൂമിൽ ആരുമില്ല എന്ന് കരുതിയാണ് അവൻ അങ്ങോട്ട് വന്നത്. എന്നാൽ ഹീറോയിൻ്റെ അനുജത്തി അവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൾ അവനെ കണ്ടതും ഓടി ഒരു അലമാരക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അവൻ അങ്ങോട്ട് വന്ന് അവളെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ തന്നെ അവൾ ഓടി താഴേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ അവൾ പറയുകയാണ്, എൻ്റെ റൂമിൽ ആരോ കയറി വന്നിട്ടുണ്ട്, അവൻ മോഷ്ടിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നു. അതുകൂടാതെ അവൾ പറയുന്നു, എൻ്റെ ചേച്ചിയെയും കാണുന്നില്ല എന്ന്. എൻ്റെ പാസ്പോർട്ട് മിസ്സായി പോയിരുന്നു. എന്നാൽ അവൾ എന്നെ ഒരിക്കലും ഇവിടെ ഉപേക്ഷിച്ച് പോവില്ല, അവൾക്കെന്തോ അപകടം സംഭവിച്ചതാണെന്ന് അവരോട് അവൾ പറയുകയാണ്. പിന്നീട് കാണുന്നത് ഹോട്ട് എയർ ബലൂണാണ്. അങ്ങനെ അവരിപ്പോൾ പറന്നൊരു കടലിന് മേലെ കൂടിയാണ് ഇപ്പോൾ പറക്കുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് പറയുകയാണ് ഇതിൻ്റെ വേഗത കുറയ്ക്കുക എന്ന്. അങ്ങനെ അവർ ആൻഡ്രിയാസ് പറഞ്ഞതുപോലെ തന്നെ വേഗത കുറയ്ക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ പറയുകയാണ്, എൻ്റെ അനുജത്തി ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്കാണ്, അവൾ എന്താക്കുന്നതായിരിക്കും എന്നൊക്കെ മീരയോട് പറയുകയാണ്. അപ്പോൾ മീര കൺഫ്യൂസ് ആവുകയാണ്. കാരണം അവളുടെ അനിയത്തി അവിടെ ഇരിക്കുന്നത് മീരക്ക് അറിഞ്ഞൂടായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് മോഷ്ടിക്കാൻ പോയിരുന്നു, അവനെ പോലീസ് പിടിച്ചോ എന്നൊക്കെ അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പോകുന്നതിനിടയിൽ അവരുടെ ശ്രദ്ധയിൽ ഒരു ബോട്ട് വിടുകയാണ്. അങ്ങനെ ആ ബോട്ടിനെ കണ്ടതും അവർ കൈകൊണ്ട് കാണിച്ചെങ്കിലും ആ ബോട്ടിലുള്ളവർ തെറ്റിദ്ധരിക്കുകയാണ്. അവർ വിചാരിച്ചു ഇവർ ബലൂണിൽ നിന്നും എൻജോയ് ചെയ്യുകയാണ്, അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത്. എന്നാൽ ഹീറോയിനും മീരയും നിർത്താതെ കൈ കാണിക്കുകയാണ്. എന്നാലും ആ ബോട്ടിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ബലൂണിൽ നിന്നും ആൻഡ്രിയാസ് വെള്ളത്തിലേക്ക് തുള്ളാൻ പോവുകയാണ്. അങ്ങനെ അവൻ വെള്ളത്തിലേക്ക് തുള്ളുന്നു. അപ്പോൾ അവന് കാലിന് പരിക്കേറ്റത് കൊണ്ട് തന്നെ കടലിൽ നിന്നും നീന്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കടലിൽ തന്നെ മുങ്ങി മരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയിനും മീരക്കും എന്നാ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവരൊരു ബാനർ എടുത്തിട്ട് അതിൽ SOS എന്നൊരു സൈൻ എഴുതുകയാണ്. വളരെ സാഹസത്തോടെയാണ് അവരത് എഴുതുന്നത്. അവരുടെ കയ്യിൽ പെയിൻറ്റും പിന്നെ മാർക്കറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കൈ മുറിച്ചിട്ട് രക്തം കൊണ്ടാണ് SOS എന്ന സൈൻ എഴുതുന്നത്. ഇതേ സമയം ഹോട്ടലിൽ ഹീറോയിൻ്റെ അനിയത്തിയുടെ അടുത്ത് ഒരു ഓഫീസർ വരികയാണ്. എന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവൾ പറയുന്നു, എൻ്റെ ചേച്ചിയെ കാണാനില്ല, അവൾ എവിടെ പോയി, എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഓഫീസർ പറയുന്നു, നീ പേടിക്കാതെ ഇരിക്കും, നമുക്ക് അവളുടെ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ ഓഫീസറും ഹീറോയിൻ്റെ അനിയത്തിയും കൂടി അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ. പിന്നീട് ഹോട്ട് എയർ ബലൂണിലുള്ള 2 പേരെയും കാണുന്നു. ആ ഹോട്ട് എയറിലുള്ള സിലിണ്ടർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവർ അതിലുണ്ടായിരുന്ന ഒരു സിലിണ്ടർ വെക്കുകയാണ്. എന്നാൽ അത് വർക്കാവുന്നില്ലായിരുന്നു, കാരണം അതിന് ലൈറ്റർ വേണമായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ ലൈറ്ററൊന്നുമില്ല. എന്നാൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് സൂര്യപ്രകാശം കൊണ്ട് തീയുണ്ടാക്കി എടുക്കുകയാണ്. എന്നിട്ടിപ്പോൾ ആ സിലിണ്ടർ വർക്കായിരിക്കുകയാണ്. പിന്നീട് കാണുന്നത് ഹീറോയിൻ്റെ അനിയത്തിയെയും പിന്നെ അവളുടെ കൂടെ വന്ന ഓഫീസറെയുമാണ്. അങ്ങനെ അവർ അവിടെയെല്ലാം ഹീറോയിനെ നോക്കുന്നുണ്ടെങ്കിലും ആരെയും തന്നെ കാണുന്നില്ല. അവിടെയൊന്നും ഒരു മനുഷ്യർ പോലും ഇല്ലായിരുന്നു. പിന്നീട് അവർ വന്ന കാറ് കാണുകയാണ്. അങ്ങനെ അവർ അതിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ ഹീറോയിൻ്റെ അനിയത്തി അതിൽ റെക്കോർഡാക്കി വെച്ചൊരു വീഡിയോ കാണുകയാണ്. അതായത് ആ ഹോട്ട് എയർ ബലൂണിൻ്റെ ടേക്ക് ഓഫ് ആയിരുന്നു അത്. മീര റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു ഭാഗ്യത്തിന്. അങ്ങനെ ഓഫീസർ പറയുന്നു, നമ്മൾക്ക് അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന്. പിന്നീട് ഹീറോയിനെയും മീരയും കാണുന്നു. അവർ സിഗ്നൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഹോട്ട് എയർ ബലൂണിലുള്ള ഒരു ചെറിയൊരു കമ്പി വെച്ചിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അവർക്ക് സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഫോൺ പവർ ഓഫ് ആയി പോവുകയാണ്, ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അങ്ങനെ ഹീറോയിൻ്റെ അനിയത്തിക്കും പിന്നെ ആ ഓഫീസറിനും തിരിയാണ് അവർ കടലിനടുത്തുണ്ടെന്ന്. അതായത് സിഗ്നൽ വന്നത് കൊണ്ടാണ് അവർക്ക് മനസ്സിലായത്. അങ്ങനെ അവർ 2 പേരും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഓഫീസറും പിന്നെ ഹീറോയിൻ്റെ അനിയത്തിയും കൂടി കടലിനടുത്തെത്തുന്നു. അവിടെ നിന്നും ബോട്ടിലാണ് പോകുന്നത്. അപ്പോഴേക്കും ബലൂണ് സിലിണ്ടർ തീർന്നിട്ട് വെള്ളത്തിൽ പകുതിയായിരുന്നു. അങ്ങനെ അത് മുങ്ങിപ്പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം മീര സത്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഹീറോയിനെ അവളുടെ ഒപ്പം കൊണ്ടുവന്ന്
അവളുടെ ബോയ് ഫ്രണ്ടിനെ അവളുടെ ഹീറോയിൻ്റെ റൂമിലേക്ക് അയച്ചിരിക്കുകയാണ്, പണമൊക്കെ എടുക്കാം എന്നൊക്കെ ഹീറോയിൻ്റോട് മീര പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുന്നു നമ്മൾ ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. പിന്നീട് മീരയുടെ ബോയ് ഫ്രണ്ടിനെയാണ് കാണുന്നത്. അവൻ ഹീറോയിൻ്റെ പണമൊക്കെ തട്ടി വേറൊരു പെണ്ണുമായി പോവുകയാണ്. അവൻ മീരയോട് ബ്രേക്കപ്പായി. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ പണമൊക്കെ എടുത്ത് ഒരു ഹോട്ടൽ മുറി എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഹോട്ടൽ മുറിയിൽ നിന്ന് അവൻ ബാത്റൂമിൽ പോകുന്ന ടൈമിൽ ആ പെണ്ണ് അവൻ്റെ പണവും എടുത്ത് അവിടുന്ന് മുങ്ങുന്നു. അവനെ കബളിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം അവർ വന്ന ബലൂണ് വെള്ളത്തിനടിയിൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ നീന്തുന്നതിനിടയിൽ മീര വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഹീറോയിൻ പോയി അവളെ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ മുകളിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിലിണ്ടർ എടുത്തിട്ട് അവർ രണ്ടുപേരും അതിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് നീന്തുകയാണ്. അങ്ങനെ അവർ പോകുന്നതിനിടയിൽ ഒരു വലിയ ഷിപ്പ് കാണുകയാണ്. അത് കണ്ടതും അവർക്ക് സന്തോഷമാവുകയാണ്. എന്നിട്ട് അവർ കൈയൊക്കെ കാണിച്ച് വിളിക്കുന്നുണ്ട്. എന്നാൽ അത് വലിയ ഷിപ്പായതുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്നവരൊന്നും ഇവരെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ അവർ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഹീറോയിൻ്റെ അനിയത്തിയും ആ ഓഫീസറും അങ്ങോട്ടേക്ക് വരുന്നത് ബോട്ടും എടുത്തിട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവരെ കാണുകയാണ്, ഹീറോയിനെയും മീരയും. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കോളാമ്പി പോലത്തെ ഉപകരണം എടുത്തിട്ട് അവരെ വിളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ട് മീരയും ഹീറോയിനും ഇവരെ കാണുന്നു. ഇവരെ കണ്ട ഉടനെ തന്നെ അവർ കൈയൊക്കെ കാണിച്ച് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും, അതായത് ഓഫീസറും പിന്നെ ഹീറോയിൻ്റെ അനിയത്തിയും കൂടി അവരുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇവരുടെ ബോട്ടിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ നല്ലൊരു സുഹൃത്തുക്കളായിരിക്കുകയാണ്. അങ്ങനെ ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.